രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു അപ്രതീക്ഷിത നീക്കത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ നിൽക്കുമ്പോൾ കാലടിയിലെ ഒരു സ്വകാര്യ കേന്ദ്രത്തിൽ നടന്ന അതീവ രഹസ്യ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറുന്നത്. പ്രമുഖനായ ഒരു മുൻ കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം കാലടിയിൽ വെച്ച് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയോടെ പ്രസ്തുത നേതാവ് BJPയിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായിട്ടുണ്ട്. പ്രമുഖനായ മുൻ കോൺഗ്രസ് നേതാവ് നടത്തിയ ഈ കൂടിക്കാഴ്ച ഒരു സാധാരണ സൗഹൃദ സംഭാഷണം എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ ഗണിതത്തിന്റെ തുടക്കമാണെന്ന സംശയമാണ് ശക്തമാകുന്നത്. ഇത് സാധാരണ കൂടിക്കാഴ്ചയല്ല, മറിച്ച് ഒരു സിഗ്നൽ മീറ്റിംഗ് ആണെന്ന് തന്നെ കരുതണം. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും അറിവില്ലാതെ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സീറ്റ് സാധ്യതകൾ, BJP പ്രവേശനം, കേരളത്തിലെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നിവ ചർച്ചയായതായാണ് സൂചനകൾ വരുന്നത്. അത് KV തോമസ് മാഷിനും മനസ്സിലായിട്ടുണ്ട്. ഇനി BJPയിലോട്ട് തന്നെ എന്ന തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ അണിയറകളിൽ സജീവമാകുന്നത് യാദൃശ്ചികമല്ല. ഇത് വ്യക്തികളുടെ തീരുമാനമല്ല, ഒരു സംഘടിത നീക്കമാണെന്ന സൂചനയാണ് ശക്തമാകുന്നത്. അത് KV തോമസ് മാഷിന് നന്നായിട്ടറിയാം. ഇനി BJPയിലോട്ട് തന്നെ എന്ന തരത്തിലുള്ള സംസാരങ്ങൾ രാഷ്ട്രീയ അണിയറകളിൽ ഇപ്പോൾ സജീവമാണ്. കേരള കേഡറിലെ 1977 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ CV ആനന്ദ ബോസ് നിലവിൽ പശ്ചിമ ബംഗാൾ ഗവർണറാണ്. ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരാളുടെ പേരാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാളയങ്ങളിൽ ശക്തമായി ഉയരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കേരളത്തിലെ BJP RSS നേതൃത്വങ്ങളുമായുള്ള അടുത്ത ബന്ധം തന്നെ. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ കരുത്തുറ്റ നേതാക്കളെ NDA പാളയത്തിലേക്ക് എത്തിക്കാൻ ആനന്ദ ബോസ് മധ്യസ്ഥത വഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗവർണർ പദവി ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്ന ആരോപണം ഇതോടെ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഭരണഘടനാ പദവി ഒരു രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തിനായി ഉപയോഗിക്കപ്പെടുകയാണോ എന്നതും ചോദ്യചിഹ്നമാണ്. മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ KV തോമസിന്റെ പേരാണ് ഈ ചർച്ചകളിൽ ഉയരുന്നത്. കോൺഗ്രസ് വിട്ട് LDFുമായി ചേർന്ന അദ്ദേഹം BJPയുമായി പുലർത്തുന്ന രാഷ്ട്രീയ മര്യാദകൾ ഈ സാഹചര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ നീക്കങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടെന്ന സൂചനകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇതോടകം പരന്നു കഴിഞ്ഞു. കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കണ്ട ഓപ്പറേഷൻ ലോട്ടസ് രീതിയിൽ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിച്ച് പാർട്ടി മാറ്റിപ്പിടിപ്പിക്കുന്ന BJP തന്ത്രം കേരളത്തിലേക്കും വ്യാപിക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ ശക്തമാണ്. മാധ്യമങ്ങളോ നേതാക്കളോ ഔദ്യോഗികമായി ഈ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഇത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ഗവർണർ പദവിയും അതിന്റെ പ്രഭാവവും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന വിലയിരുത്തലും ശക്തമാവുകയാണ്. ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ഗവർണർ കേരള രാഷ്ട്രീയ അണിയറകളിൽ ഇങ്ങനെ സജീവമാകുന്നത് സാധാരണമാണോ? കൂടിക്കാഴ്ച സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിസ്ഫോടനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.